അതിൻ്റെ ഒരു തല ഉണ്ട്, നല്ല റോക്കറ്റ് പോലെ ഇരിക്കുക. ചതമ്പി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേ അതിൻ്റെ കളറ് മാറുന്നുണ്ട്, പച്ച കളറായിട്ട് വന്നു. അതാണ്ട് ഇന്നത്തെ കറിക്ക് ഒരെണ്ണം കിട്ടി. അതാണ്ട് ഇതെന്ന് പറയുന്നത് മുരല, ഇത് വള്ളക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് നമുക്ക്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്ത് കറി വെക്കാം പച്ചയായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. തരാടാ, മുള്ളും തലയൊക്കെ തരാ, വാടാ. നല്ല പച്ച മീനാ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കാം. കാരണം ഇത് ഈ സാധനം സീസൺ പോലെ കിട്ടുന്നതാണ്, വള്ളക്കാരുടെ. 500 രൂപയൊക്കെ കൊടുത്ത് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. 2-3 ദിവസമൊക്കെ എടുക്കാം. ഒരു കത്രി വെച്ച് ഇതിൻ്റെ ഈ ചിറകും ആവശ്യമില്ലാത്തതൊക്കെ ചെറുതൊക്കെ അങ്ങ് വെട്ടിക്കളയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെതമ്പിയൊക്കെ വൃത്തിയാക്കി എടുക്കാം. ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. വേണ്ട ഇത് നല്ല ഫ്രഷ് മീനാണെന്ന് മനസ്സിലാക്കുന്നത് സാധാരണ വേണ്ട ഇങ്ങനെ നല്ല വേണ്ട ചെളുക. ഈ ചെളുക നല്ല ചുമമായിരിക്കുന്നുണ്ട. ഇതാണ് മീൻ ഫ്രഷ് ആണെന്നൊക്കെ നോക്കുന്ന ഒരു രീതി. കണ്ടില്ലേ, ചിറകെല്ലാം വെട്ടിയെടുത്ത് അതിനുശേഷം ഒന്ന് ചെതമ്പി ഒക്കെ എടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ വലുതായിട്ടുള്ള ഇതില്ല ചെതമ്പലെന്ന് പറഞ്ഞതാ നൈസ് ചെതമ്പലാണ്. കണ്ട, ചെറിയ ചെതമ്പലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലഭാഗത്തോട്ട് വേണം നമ്മൾ ഈ ചെതമ്പാനായിട്ട്, ഓപ്പോസിറ്റ് കണ്ട, അപ്പോഴേ നമുക്ക് തെറിക്കാതിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് വരികയും ചെയ്യും. തലയുടെ ഭാഗത്തോട്ട് പിച്ചാത്തി ഓട്ടിച്ച് വേണം ചെതമ്പാൻ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ചെതമ്പല് തന്നെ ഉണ്ട്, ഒരു പ്രത്യേക കളറാണ്, ഒരു പച്ച കളറായിട്ട് വരണ്ട. ഒരു ചെതമ്പി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേ അതിൻ്റെ കളറ് മാറുന്നുണ്ട്, പച്ച കളറായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ചെതമ്പലെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഇനി അങ്ങോട്ട് തലഭാഗമൊക്കെ വെട്ടി അങ്ങോട്ട് എടുക്കാം. നല്ല ഫ്രഷ് മീനാണ്, ഉടഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു തല ഉണ്ട്, നല്ല റോക്കറ്റ് പോലെ ഇരിക്കുക. നോക്കി നല്ല ഷേപ്പ് എന്താ. പിന്നെ എന്താ കണ്ണൊക്കെ നോക്കെ വെറൈറ്റി സാധനം. ഇത് 2-3 പീസാക്കണം, നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ. അല്ലാതെ ഇത് ചട്ടി കിടക്കുന്നില്ല. എന്താ നല്ല അടിപൊളി ഫ്രഷ് മീൻ. ഈ വാലും കൂടി കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുത്ത് നമുക്ക് ഒരു വെള്ളത്തിലൂടെ ഒന്ന് കഴുകിയിട്ട് അതൊന്ന് പീസ് ചെയ്യാം. അതുകൊണ്ട് ഒന്നും കൂടിയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ താഴോട്ട് ഓടിക്കുമ്പോഴത്തേക്ക് ആ ഇച്ചിരിയുള്ള അഴുക്കുമൊക്കെ അങ്ങ് വൃത്തിയാകും. കറക്റ്റ് ആയി. ഇപ്പം മതി, ഇത് എത്രയൊക്കെ മതി. നമ്മൾ ഈ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യാനും പിന്നെ ഹോട്ടലിലെ കട്ടിങ്ങാണ്. കാരണം റൗണ്ട് കട്ട് ചെയ്താൽ ചെറുതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഹോട്ടൽ കട്ടിങ്. കണ്ടല്ലേ, ഈ പീസ് കണ്ട ഈ രീതിയിൽ അവർ കട്ട് ചെയ്യുന്നത്. നമുക്കപ്പം തോന്നും വലിയ മുട്ട മീനൊക്കെ ആണെന്ന് തോന്നും. വേണ്ട, ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുക, സാധാ കട്ടിങ്. ഇത് കണ്ട ഇത്ര പീസുകളുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞത് ഫ്രൈ ചെയ്യാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ്. വേണ്ട, അപ്പോൾ എന്താണ്ട് ഇത് മുരലാണ് മീൻ. കാരണം 12 മാസവും ഓരോ രുചി കിട്ടും. അതുപോലെ തന്നെ കട്ടിങ് രീതി, ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഈ രീതിയാണ്, ഇത് കറി വെക്കാൻ. അപ്പം ഈ രീതിയിലൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മുടെ ഒരു വീഡിയോ എന്ന നിലയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുമ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.